ഇവിടെ ഇയാൾ തന്റെ മകളെയും കൊണ്ട് ഹണ്ടിങ്ങിനായി പോകുന്നു. പക്ഷെ അവിടെ ഒരു മാനിനെ ഷൂട്ട് ചെയ്യാൻ നിന്നയാൾ ഗണ്ണ് മകൾക്ക് നേരെ ചൂണ്ടുന്നു. പെട്ടെന്ന് തന്നെ മാറ്റുകയും ചെയ്യുന്നു. ഇയാൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുൻപ് ഒരു ദിവസം അമ്മ ഇവളുടെ അനിയനെ ക്രിബിൽ കൊണ്ട് കിടത്തുന്നു. ആ കുഞ്ഞ് നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ചു നേരത്തിന് ശേഷം കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കുന്നു. അമ്മ വന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. ഇവളോട് ചോദിക്കുമ്പോൾ കണ്ടില്ലെന്ന് പറയുന്നു. അമ്മ നിർബന്ധിച്ച് ചോദിച്ചതും അവൾ ഉടനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിലേക്ക് നോക്കുന്നു. പെട്ടെന്ന് അതിന്റെ അടിയിൽ നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. നോക്കുമ്പോൾ കുഞ്ഞ് അതിന്റെ അടിയിലുണ്ട്. അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞിനെ അതിനടിയിൽ നിന്ന് പുറത്തെടുക്കുന്നു. അതിനടുത്ത ദിവസം അമ്മ കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ആവശ്യത്തിനായി പോയി വന്ന് നോക്കുമ്പോൾ വീണ്ടും കുഞ്ഞിനെ കാണാതാവുന്നു. അമ്മ ടെൻഷൻ ആവുന്നു. അച്ഛനുടനെ ഉറങ്ങുകയായിരുന്ന ഇവളെ ഉണർത്തി കുഞ്ഞെവിടെയെന്ന് ചോദിക്കുന്നു. എനിക്ക് അറിയില്ലെന്ന് അവൾ പറയുന്നു. അച്ഛൻ വീണ്ടും എല്ലായിടത്തും കുഞ്ഞിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. പക്ഷെ കണ്ടെത്താനായില്ല. പെട്ടെന്ന് അവൾ എന്തോ കണ്ടതുപോലെ പുറത്തേക്ക് പോകുന്നു. അത് കണ്ട അച്ഛൻ അവളെ ഫോളോ ചെയ്യുന്നു. അവൾ തണുത്തുറഞ്ഞ ലേക്കിലേക്ക് കൈ ചൂണ്ടുന്നു. അച്ഛൻ ആ സ്ഥലത്തേക്ക് വന്ന് നോക്കുന്നു. അവിടെ അയാൾ കണ്ടത് ഭീകരമായ ഒരു കാഴ്ചയാണ്. തന്റെ മകൻ ലേക്കിനടിയിൽ തണുത്തുറഞ്ഞിരിക്കുന്നു. തുടർച്ചയായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇവളാണ് ഇതിനെല്ലാം കാരണമെന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് അവളെ കൊല്ലുന്നതിനായാണ് ഹണ്ടിങ്ങിനായി ഒപ്പം കൊണ്ടുവന്നത്. പക്ഷെ അയാൾക്ക് അവളെ കൊല്ലാൻ സാധിക്കുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അവൾ തന്റെ പവേഴ്സിനെ പറ്റിയൊന്നും ചിന്തിക്കാതെ ഒരു കോളേജിൽ പഠിക്കുന്നു. പെട്ടെന്ന് വിൻഡോയുടെ അടുത്ത് കാക്കകൾ പറന്നു വരുന്നു. അവളുടെ കൈ വിറയ്ക്കാൻ തുടങ്ങുന്നു. അവൾ അടുത്ത കൈ കൊണ്ട് അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കുമെങ്കിലും സാധിക്കുന്നില്ല. പെട്ടെന്ന് അവൾ തറയിൽ വീണ് പിടയാൻ തുടങ്ങുന്നു. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ ഡോക്ടർ അവൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നു. അങ്ങനെ അവൾ തിരികെ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴും ഇതെല്ലാം അവളുടെ പ്രശ്നമാണെന്ന് പാരന്റ്സ് വിശ്വസിക്കുന്നു. പക്ഷെ അവൾക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛനോട് ദേഷ്യം തോന്നുന്നു. അതിനുശേഷം ഒരു ദിവസം അച്ഛൻ ലേക്കിന് നടുവിലേക്ക് ബോട്ടിൽ വരുന്നു. നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് പുക വരാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ബോഡി ഫുള്ള് തീ ആളിക്കത്തുകയും ചെയ്യുന്നു. അയാൾ ലേക്കിലേക്ക് ചാടി തീ അണഞ്ഞതും ബോട്ടിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുന്നു. പക്ഷെ വീണ്ടും തീ ആളിക്കത്താൻ തുടങ്ങുന്നു. അയാൾ ലേക്കിൽ താഴ്ന്നു പോകുന്നു. പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു വന്ന് നോക്കുമ്പോൾ ലേക്കിന് നടുവിൽ അച്ഛന്റെ ബോട്ട് മാത്രം കിടക്കുന്നു.